ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മേദിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നോർമലായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് സ്കൂളിൽ ഓണപ്പരിപാടി ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പട്ടുപാവാടയോ അല്ലെങ്കിൽ ധാവണീൻ്റെ എന്തെങ്കിലും തുണി എടുത്തിട്ട് തയ്പ്പിക്കണം. അതേപോലെ തന്നെ ഇന്ന് ഷൂട്ടിങ്ങിൻ്റെ ക്ലാസ്സുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ ഞാനൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ റെഡിയായി ഷൂട്ടിങ്ങിൻ്റെ ക്ലാസ്സിലോട്ട് പോയി. അതൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഒരു ലൈമൻ കുടിച്ച് നേരെ എസ്പാരതിലോട്ട് പോയി. അപ്പോൾ അവിടെ ഓണമൊക്കെ ആവാറാണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം തപ്പിയിട്ടായിരുന്നു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നപ്പോഴത്തേക്കും സ്കേർട്ടിൻ്റെ ടോപ്പിനെ തുണി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമതൊരു ജോഡി കൂടെ വേണ്ടോന്നാണ് പിന്നെയും വന്നിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഓർണമെൻറ്റ്സ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം അതും വാങ്ങണം. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റഡി വ്ളോഗ് ഇടുമെന്ന്. അപ്പോൾ ഈ പ്രാവശ്യം അത് കുറവ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓണം എക്സാം ഞങ്ങൾക്ക് നടക്കുന്നില്ല. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഓണം എക്സാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം പഠിത്തമൊന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസ് കുറവ്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് സ്റ്റഡി വ്ളോഗൊക്കെ വരുന്നതാണ്. അങ്ങനെ കുറേ നേരം തപ്പിയിട്ട് എനിക്കൊരു പർപ്പിൾ കളറുള്ളൊരു ടോപ്പിൻ്റെ തുണിയും അതേപോലെ തന്നെ ധാവണി പോലെ ചുറ്റാനായിട്ടുള്ളൊരു നീല ഷാളിൻ്റെ തുണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഫാൻസീൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് മാലയും വളയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഓണത്തിന് വാങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് കയറിയിട്ട് പിന്നെ കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് ഓട്ടോറിക്ഷ വിളിച്ചാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പോകുന്ന വഴിക്കാണെങ്കിൽ ഇങ്ങനെ വയലിലിങ്ങനെ നല്ല പച്ചപ്പൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും 3:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ 2 ദോശ കഴിച്ചിട്ട് പോയതാണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഇത്ര വൈകിയോണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ ഡ്രസ്സ് മാറി ഞാൻ വീട്ടിൽ കപ്പയും ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. ഇപ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്യാൻസർ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഓണത്തിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലൗസിൻ്റെയും അതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ തുണി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ടൈപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ പോയി ഇട്ട് നോക്കിയിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് വരണം. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് വാങ്ങിയ തുണി തയ്പ്പിക്കാനും കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ പോയിട്ട് വരാം. അപ്പോൾ ഞാനും അമ്മയും കൂടെയാണ് ഇപ്പോൾ തുണി തയ്പ്പിക്കാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ 5 മണി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയപ്പോഴത്തേക്കും അവിടെ കട അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ പുറകെ കൂടെ ചെന്ന് അങ്ങനെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ തയ്പ്പിക്കാൻ കൊടുത്ത തുണി ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ചെറിയ പ്രശ്നം. ഒരു ടോപ്പിൽ ചെറിയൊരു മുറുക്കും അതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് റെഡിയാക്കാൻ കൊടുത്തു. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ വാങ്ങിയ തുണി തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് അച്ഛനെയും കൂട്ടി പിന്നെ കടയിൽ കയറി കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാണെങ്കിൽ ഒരു ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ ഈ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലാണെങ്കിൽ അങ്ങനത്തെ കോഫി പൗഡർ വാങ്ങി വെക്കില്ല. വാങ്ങി വെച്ചാൽ തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാക്കി തീർക്കും. പിന്നെ കോഫി എപ്പോഴും കുടിക്കുന്നത് നല്ലതല്ലല്ലോ ആരോഗ്യത്തിന്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇപ്പോൾ എപ്പോഴെങ്കിലും ആണ് വാങ്ങാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു കോൾഡ് കോഫി പോലെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ആ ഒരു കോഫി പൗഡർ ഇട്ടു. പിന്നെ പഞ്ചസാര പിന്നെ ബൂസ്റ്റ് ഇരിപ്പുള്ളതുകൊണ്ട് അതും കുറച്ചിട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് പിന്നെ ഒരു പാത്രം വെച്ചിപ്പോൾ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ചെറുതായിട്ട് കൂടി പോകാണ്ട് തന്നെ അധികം പതിഞ്ഞു വന്നില്ല. എന്തായാലും പാലിലൊക്കെ ഒഴിച്ച് അത്യാവശ്യം സെറ്റാക്കി വന്നപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോൾഡ് കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഒരു 7:30 7:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നാളെ ആണെങ്കിൽ സുവോളജീൻ്റെയും ബോട്ടണീൻ്റെ എക്സാം ഉണ്ട്, ഒരു ചാപ്റ്റർ വീതം. അപ്പോൾ അത് പഠിക്കണം. എന്തായാലും രാത്രി ആയതുകൊണ്ട് തന്നെ എന്തായാലും രണ്ടും കൂടെ പഠിക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബോട്ടണി മാത്രം ഇരുന്ന് പഠിക്കാമെന്ന്. അപ്പോൾ ഞാൻ ബോട്ടണീൻ്റെ ഷോർട്ട് നോട്ടാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ 2-3 ദിവസം മുമ്പേ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് എഴുതും. അപ്പോൾ ഇന്നെന്തായാലും അത് ഫിനിഷ് ചെയ്യണമല്ലോ, എന്നിട്ട് വേണം അത് നോക്കി പഠിക്കാൻ. അപ്പോൾ ഇത് കുറേ ടൈം എടുക്കും എഴുതാൻ. എന്താ വെച്ചാൽ ഇത് ചെറുതായിട്ട് എഴുതണം, അത് കൊള്ളിച്ച് അങ്ങനെ എഴുതണം. അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ കുറേ ഡയഗ്രാംസും കുറേ ഡ്രോയിങ്സ് അങ്ങനെ കുറേ എഴുതാനുണ്ട്. അപ്പോൾ കുറേ ടൈം എടുക്കും. പിന്നെ ഹൈലൈറ്റൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ നേരം ഇരുന്നിട്ടായിരുന്നു അത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയേക്കെന്ന് പറയുന്നത് A4 ഷീറ്റ് ഉണ്ടല്ലോ, ആ 2 തന്നെ എടുത്തിട്ട് ഹാഫായിട്ട് മടക്കിയിട്ട് അതിൻ്റെ അറ്റത്ത് സ്റ്റാപ്ലർ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ നോട്ട് എഴുതുന്നതെന്ന് പറയുന്നത് സൈലത്തിൻ്റെ ലൈവ് ഉണ്ടല്ലോ, അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ NCERT ബുക്കൊക്കെ നോക്കി എഴുതാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് എഴുതാമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അമ്മ വന്നിട്ട്
അമ്മ ഈ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു ഉണ്ണിയപ്പ ഷേപ്പിലുള്ളൊരു എന്താ പറയുക, ഒരു ഉഴുന്നുവട ടേസ്റ്റുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചട്നി ഉണ്ടായിരുന്നു. എന്തായാലും ചട്നിയൊക്കെ കൂട്ടി കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ എഴുതാൻ പറ്റില്ല, അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഉണ്ടോണ്ട് അങ്ങനെ കഴിച്ചു. അപ്പോഴത്തേക്കും നല്ല ടൈം പോയി. പിന്നെ ഞാൻ പിന്നെ ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ഇതൊന്ന് എഴുതി കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി കുത്തിയിരുന്ന് പഠിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഉറങ്ങിപ്പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എണീറ്റ് പഠിക്കാമെന്ന്. അപ്പോൾ ഇതെന്തായാലും കുറേ ഇരുന്ന് പഠിച്ചാലാണ് തീരുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു 3 മണിക്കൊക്കെ എണീറ്റ് പഠിക്കാമെന്ന്. എന്തായാലും 3 മണിക്കൂറാണോ ഉറക്കം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എങ്ങനെയെങ്കിലും ഇരുന്ന് പഠിക്കുക. എന്നിട്ട് 4, 5, 6, 7 ആ ഒരു 4 മണിക്കൂറെങ്കിലും ഇരുന്ന് പഠിച്ചാലാണ് തീരുള്ളൂ. അങ്ങനെ അലാറം വെച്ചിട്ട് കിടന്നിട്ട് ഞാൻ എണീറ്റതെന്ന് പറയുന്നത് 5:30-ക്കാണ്. എന്നിട്ടൊരു 7 മണി വരെ ഒരു 1.5 മണിക്കൂർ ഇരുന്ന് പഠിച്ചു. എന്നിട്ട് സ്കൂളിൽ പോയപ്പോഴത്തേക്കും ടീച്ചർ എക്സാം ഇട്ടില്ല. ടീച്ചർ പറഞ്ഞു എന്തായാലും ഓണം വെക്കേഷനൊക്കെ ആവുകയാണല്ലോ, ആരും പഠിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എക്സാം ഇട്ടില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പഠിക്കേണ്ട പോയ സുവോളജി ചെറുതായിട്ട് എക്സാം ഇട്ടു. ചെറുതായിട്ട് ബുക്കിൻ്റെ ബാക്കിലൊന്നും ക്വസ്റ്റ്യൻ തന്നു, ഒന്ന് എഴുതിപ്പിച്ചു അങ്ങനെ. അപ്പോൾ അതെഴുതി. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഓണം കഴിഞ്ഞിട്ടാണ് ഓണം എക്സാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാവശ്യം സുഖമായിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ടീച്ചർമാരൊക്കെ ഇട്ടിൻ്റെ പണിയാണ് തരുന്നതെന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞിട്ട് കുറേ ചാപ്റ്റർ, ഇപ്പോൾ സുവോളജി ആണെങ്കിൽ 2-3 ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാൻ വരും. അങ്ങനെ എല്ലാ സബ്ജക്റ്റിൽ നിന്നും കുറേ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഓണം വെക്കേഷനൊന്നും നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഹിന്ദിയൊക്കെ ആണെങ്കിൽ അസൈൻമെൻ്റ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓണം എക്സാം ആണെങ്കിൽ അതങ്ങ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാം. പക്ഷേ ഇത് പറ്റൂല, ഇത് കുറച്ച് പണിയാണ് ഈ വെക്കേഷൻ ഇരുന്നിങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇനി വെക്കേഷനായിട്ട് വേണം ഇത് പഠിച്ചിട്ട് എല്ലാ പോർഷൻസും ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ. കുറേ ബാക്ക്ലോഗ്സ് കിടപ്പുണ്ട്. ടീച്ചേഴ്സൊക്കെ ഓരോ ദിവസം ഓരോ ചാപ്റ്ററൊക്കെ എക്സാം ഇടുമ്പോൾ ഇങ്ങനെ പഠിക്കാൻ പറ്റില്ല. കുറേ എണ്ണമൊക്കെ വരുമ്പോൾ ഇതേപോലെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇനി വെക്കേഷനെല്ലാം ഒന്ന് അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം. വെക്കേഷൻ കഴിഞ്ഞൊരു കറക്റ്റ് ഓണപരീക്ഷ വരെ നടത്തുമെന്ന് അറിയില്ല, പക്ഷേ ഒരു യൂണിറ്റ് ടെസ്റ്റ് വരെ നടത്താനാണ് സാധ്യത. അപ്പോൾ നമുക്കൊരു വലിയ പരീക്ഷ വരണമെങ്കിൽ ഇനി ക്രിസ്മസ് എക്സാം വരണം, അപ്പോഴാണ് ഒരു ചൂട് വരുള്ളൂ. എന്നാലും മാക്സിമം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ചൊവ്വാഴ്ച, അപ്പോൾ ഇന്ന് അത്തായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ചെറിയൊരു അത്തം പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി 10 ദിവസം കഴിഞ്ഞാൽ ഓണമാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത്, ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം നടന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബായ്.